ഹലോ ഗായ്സ്, ഞാൻ സംസാരിക്കുന്ന കിട്ടുന്നുണ്ടോ? ഒരു പിടുത്തം തരാത്ത മഴ, ഫുള്ള് നനഞ്ഞു, കുട ഉണ്ടായിട്ടും നനഞ്ഞു. നാട്ടിലെ പോലെ മഴയാണ്. ഷൂസ് നനയണാണ് ഏറ്റവും കഷ്ടം. ഷൂസ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉടക്കാൻ പാടാണ്. നമ്മളെ പോപ്പിക്കൂടാണ്, ബാഗൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഇന്ന് രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ ടൈം 6:15 ഈവനിങ്. അതിൻ്റെ കൂടെ തന്നെ ഇടിയും ഉണ്ട് കേട്ടോ. ഇടിയും മിന്നലൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇടി ഉണ്ടെങ്കിൽ എന്തായാലും മിന്നലുണ്ടാവും. വെള്ളമൊക്കെ അവിടെ അങ്ങനെ കുത്തൊലിച്ച് പോകുന്നുണ്ടായിരുന്നു വെള്ളം. ഇവിടെയൊക്കെ ഡ്രൈനേജ് സിസ്റ്റം എപ്പോഴും അവർ റെഡിയാക്കിയിടും. അതുകൊണ്ട് ഇതൊക്കെ കാറ്റത്ത് മറിഞ്ഞു വീണ കേട്ടോ. ഫുള്ള് നനഞ്ഞു. നമ്മളപ്പോൾ സ്റ്റേഷനിലേക്ക് പോവാണ്, ബസ് സ്റ്റേഷനിലേക്ക്. ആ കാണുന്നത് സ്പീഡാണ്, നിങ്ങൾക്ക് അറിയുന്ന സംഗതി തന്നെയാണ്. 22. കാറ്റിൻ്റെ സ്പീഡായിരിക്കും ചിലപ്പോൾ 22 കാണിച്ചത്. ഈ വണ്ടിയുടെ നോക്കട്ടെ, ഈ വണ്ടി 25. ഇവിടെ ലിബറൽ ജയിച്ചിട്ടോ, അതായത് ട്രൂഡോയുടെ പാർട്ടി. ഇവിടെ മറ്റേ ഇതുമുണ്ട്, ഇത് മെട്രോ. ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാം ചുറ്റപ്പെട്ടതാണ്. അതിൽ ദീർഘദൂര ട്രെയിൻ സർവീസ് ഉണ്ടാവും മിക്കതിലും കേട്ടോ. ബസ് സ്റ്റേഷന്, അതുപോലെ മെട്രോ ടൊറൻറ്റോക്കുള്ളിൽ ഉണ്ടാവും. നമ്മൾ ക്യാമ്പയിന് പോയിട്ടുണ്ടായിരുന്നു ലിബറലിന് വേണ്ടി. കുത്തൊഴിക്കണം. അവിടെ കണ്ടില്ലേ, ഇവിടെ ടയറൊക്കെ അടിപൊളി ടയറാട്ടോ. നമ്മളെ KSRTCൻ്റെ ടയർ പോലൊന്നും അല്ല. നല്ല മറ്റേ നമ്മൾ കോയിൻ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ മെഷർ ചെയ്യില്ല, അതേപോലെ തന്നെ ഉള്ളതാണ്. ഇവിടെ കാണുന്ന സാധാരണ സംഭവമാണ് ഈ നൂരി പോലെ കാറ്റുണ്ട്. വേറെ ബസ് വന്നണോ, ചെക്കന്മാർ ഓടിപ്പോന്നു. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു മുഴുവനായിട്ടുള്ള സ്റ്റേഷൻ, പിന്നെ ഇവിടേക്ക് മാറ്റിയതാണ്. ആ കാണുന്നതില്ലേ, അവിടെ ആയിരുന്നു. പിന്നെ ഒരു 6-7 മാസമായിട്ടുള്ള ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്. എന്നാലും ഈ എല്ലാ ബസ്സും അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ആണ് കയറി പോയിട്ടുണ്ടായിരുന്നു. ഷൂസിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമായിട്ടുണ്ട്. ഇനി ഈ ഷൂസ് ഉണക്കിയതിന് ശേഷം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് ഏതായാലും അതിൻ്റെ ഉള്ളിലോട്ട് പോവാം. ബസ് വെയിറ്റ് ചെയ്യുക. നമ്മൾ 21-ഉം 57-ഉം രണ്ടും എടുക്കാം കേട്ടോ. ഏതിലെടുത്ത് കഴിഞ്ഞാലും 2 ഡിഫറെൻറ്റ് ദിക്കിൽ ഇറങ്ങിയിട്ട് നമുക്ക് നടന്നാൽ മതിയല്ലോ. നമ്മളിവിടെ ഇറങ്ങിയപ്പോഴേക്കും നല്ല വെയിലുമാണ്. എന്തൊരു കഥ. അധികമൊന്നും സഞ്ചരിച്ചില്ല, ഒരു 10 മിനിറ്റ്. ബസ് കയറി ഉടനെ തന്നെ മഴ തിന്നും ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോഴത്തെ വെയിലും. എനിക്കിവിടെ ഷൂ നനപ്പിക്കാൻ വേണ്ടി വന്ന മഴ പോലെ. പക്ഷെ നല്ല ഭംഗിയില്ലേ. ആ വെയിലിൻ്റെ ഒരു തീവ്രതയാണ്. തീവ്രതല്ല, ബ്രൈറ്റ്നസ്. എപ്പോൾ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാ, സൂര്യന് കിട്ടാത്ത സമയത്തല്ലേ. ഒരു 200 മീറ്ററും കൂടെ നടന്നാൽ അങ്ങനെ വീട്ടിലെത്തും. ഈ ഒരു സ്ട്രീറ്റിന് പറയൽ ബോണശ്ശേർ എന്നാണ്. നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ
അപ്പം അറിയില്ല. ഫയർ എഞ്ചിൻ്റെ സൗണ്ട് കേട്ടോ. 2-3 ഫയർ എഞ്ചിന് അപ്പം അങ്ങനെ പോയി. മഴ ചെയ്തപ്പോൾ തീ കത്തിയോ. കിളികളിതാ, ഇവർക്കൊന്നും ഒരു ഇതിൻ്റെ ആവശ്യമില്ലല്ലേ, ഒരു ഇമിഗ്രേഷനും ആവശ്യമില്ല. ഇവർക്കിങ്ങനെ പറന്ന് ഓരോ സ്ഥലത്തും എത്താം. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന പൂ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഈ അടുത്ത് പൂത്തതാണ്, ഒരാഴ്ച മുമ്പ്. അപ്പം നമ്മൾ പോട്ടെ, ബൈ ബൈ.